ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 ഹോട്ട് ടോപ്പിക്സിന്റെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ 5 ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. LDC 2024 വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 75 ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്ന സ്നേഹത്തിനും അതേപോലെ തന്നെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇനിയും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു മുന്നോട്ടേക്കുള്ള യാത്രയിൽ. അപ്പോൾ മറ്റൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അംഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ അംഗമായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാകുക. കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നത് ടെലഗ്രാമിലായിരിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു റിവിഷന് വേണ്ടിയിട്ടാണ് ഏകദേശം 50ഓളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോൾ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു പോർഷൻ പഠിച്ചതിന് ശേഷം അതിൻ്റെ റിവിഷൻ കൂടി അവിടെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വലിയൊരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ കൂടി എന്ത് ചെയ്യുക, അംഗമാകാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ റിവിഷൻസ് ഒറ്റയടിക്ക് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ഇത് നേരെ കാണുക, കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിൽ ചെല്ലുക, ടെലഗ്രാമിൽ നിന്ന് നോട്ട് എടുത്ത് വായിക്കുക. വായിച്ചതിന് ശേഷം കൃത്യം 9 മണിക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബോർഡ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് വരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ ഏതെങ്കിലും പുതിയൊരു ടോപ്പിക്ക്, നമ്മുടെ നിലവിൽ ചർച്ച ചെയ്യാത്തൊരു ടോപ്പിക്ക് എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടേക്കുള്ള യാത്രയിൽ വളരെയധികം മുതൽക്കൂട്ടായിരിക്കും അത്. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യണം. വൺ ക്ലിക്ക് PSC എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ സെയിം എംബ്ലം തന്നെയാണ് ടെലഗ്രാമിലും വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നമുക്കിന്ന് ഡേ 5ലേക്ക് പോവാം. LDC ഹോട്ട് ടോപ്പിക്സ് ഡേ 5 നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബയോളജിയിലെ ഒരു ടോപ്പിക്ക്, ഇംഗ്ലീഷും മലയാളം നമുക്ക് നോൺ ഗ്രാമർ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ തരുന്നുള്ളൂ. അതേപോലെ റെണൈസൻസ് കേരള നവോത്ഥാനത്തിലെ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പം നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്കിന്ന് പഠിക്കാനുള്ളത് റഷ്യൻ റവല്യൂഷൻ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് പേര് പറഞ്ഞിരുന്നു, സാറേ ഇത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യെല്ലോ ഇടുമ്പോൾ പ്രശ്നമാണ്. പക്ഷെ മക്കളെ, ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ആ പോയിന്റ്സിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈലൈറ്റ് ചെയ്യണത്. അതേപോലെ തന്നെ ആ ക്ലാസ്സിനൊരു ഒരു എനർജിയും ഗുമ്മുമാണ് ശരിക്കും ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് പോകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് റഷ്യൻ റവല്യൂഷൻ നമുക്കറിയാം. ഏകദേശം റഷ്യൻ റവല്യൂഷന്റെ നടക്കുന്ന നൂറ്റാണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20ാം നൂറ്റാണ്ടിലാണ് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. നമുക്കറിയാം, അന്ന് റഷ്യ ഭരിച്ചിരുന്നത് റൊമനോവ് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്. അന്നത്തെ ആ രാജാക്കന്മാരെ നമുക്ക് വിളിക്കാം സർ ചക്രവർത്തിമാരെന്ന്. അതുകൊണ്ട് തന്നെ അത്രത്തോളം നീചമായിട്ടും അതേപോലെ തന്നെ മനുഷ്യരെ, അതായത് റഷ്യയിലെ ജനങ്ങളെ അത്രത്തോളം ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിലേക്ക് തള്ളിയിട്ട ഒരു വൃത്തികെട്ട ഭരണം തന്നെയായിരുന്നു ഇവരുടെ അന്ന് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ പറയുന്ന വിപ്ലവങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ബോർബൻ രാജവംശവും ലൂയി 14 രാജാക്കന്മാരുമായിട്ടുള്ള അവരുടെ കഷ്ടതകൾ അനുഭവിച്ച് ഒരു ഭാഗത്തായ ആളുകളാണ് പിന്നീട് റവല്യൂഷനിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെയാണ് റഷ്യയിൽ നടക്കുന്നത്. കാരണം അന്നത്തെ ജീവിത മുന്നോട്ടേക്ക് പോകാനുള്ള ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ആളുകളെ കൊണ്ട് അത്രത്തോളം കഠിനമായ ജോലിയും അതേപോലെ തന്നെ തുച്ഛമായ വേതനവും കൊടുത്ത് അവരെ ഒതുക്കി നിർത്തി. അതിനെതിരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യയിലെ ജനങ്ങൾ എന്തിലേക്ക് വരുന്നത്, റഷ്യൻ വിപ്ലവത്തിലേക്ക് തന്നെ പോകുന്നത്. മക്കളെ, നിങ്ങളൊന്നും ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. കഥ പോലെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് ആ കഥ പോലെ ആ സംഭവം ഓരോ സ്ക്രീനിലേക്ക് ഇങ്ങനെ വന്ന് പോകും. അത് കേട്ടിരുന്നിട്ട് ഒന്ന് വായിച്ച സെറ്റാണ്. ഓക്കെ, റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആരാണ്? ലിയോ ടോൾസ്റ്റോയി ആണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ലിയോ ടോൾസ്റ്റോയി. റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ഒത്തിരി തവണ ചോദിച്ചതാണ്. ഭൂമി, ആഹാരം, അതേപോലെ തന്നെ എന്താണ്? സമാധാനം. ഇതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഭൂമി, ആഹാരം, സമാധാനം. ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പൊ ഇത് ഭൂമി, ആഹാരം, സമാധാനമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം. റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റു മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റു മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് എന്തൊക്കെ? കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്നതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റു മുദ്രാവാക്യങ്ങൾ. പക്ഷെ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണം ഇതാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഭൂമി, ആഹാരം, സമാധാനം. ഓക്കെ, ഇനി റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ലിയോ ടോൾസ്റ്റോയി. ഓക്കെ, ഇനി നമുക്ക് അറിയാം, അതായത് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ ലോകത്ത് സോഷ്യലിസം ഇമ്പോർട്ടന്റ് ആണ്. ലോകത്ത് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് 1917 റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് എന്തെന്ന് പറയുന്ന റഷ്യൻ വിപ്ലവം. നമ്മൾ പറഞ്ഞു 20-ാം നൂറ്റാണ്ടിലാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്. ചോദിക്കാം, ഏത് നൂറ്റാണ്ടിലാണ് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് നമ്മൾ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് റഷ്യ ഭരിച്ചിരുന്ന രാജവംശം ഏതാന്ന് ചോദിച്ചാൽ അതാണ് റോമനോവ് രാജവംശം. അതായത് റോമനോവ് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ ദുർഭരണമായിരുന്നു അന്ന് റഷ്യയിൽ നടന്നിരുന്നത്. ഓക്കെ, ആ റഷ്യയിൽ അന്ന് ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് സർ ചക്രവർത്തിമാര്. ഓക്കെ, അപ്പോ എന്താണ്? റോമനോവ് രാജവംശമാണ്, സർ ചക്രവർത്തിമാരാണ്. അന്ന് അറിയപ്പെട്ടിരുന്ന വൻകിട ഭൂ ഉടമകളുടെ ഒരു സംഘം ആയിരുന്നു. അവരെയാണ് കുലാക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതായത് കുലാക്കുകൾ എന്നറിയപ്പെട്ട വൻ ഭൂവുടമകളായിരുന്നു. അതായത് കർഷകരെ ഏറ്റവും കൂടുതൽ കഠിനമായി ദ്രോഹിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു കുലാക്കുകൾ എന്നറിയപ്പെടുന്നത്. അതായത് കർഷകർക്ക് വേണ്ടി ഭൂമി പാട്ടത്തിന് കൊടുക്കുകയും അതേപോലെ തന്നെ കഠിനമായ നികുതിയിൽ ഈ ജനങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നതും ആര് തന്നെയായിരുന്നു? കുലാക്കുകളായിരുന്നു. കുലാക്കുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ കർഷകർക്ക് അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കൊടുത്തിരുന്നില്ല? ഈ പറയുന്ന ഇവർക്ക് നികുതി കൊടുക്കണം, അതേപോലെ തന്നെ എന്താണ്, ഇവർക്കൊരു വേതനം കൊടുത്തിരുന്നില്ല. അതേപോലെ കുലാക്കുകൾ പറയുന്ന തരത്തിലുള്ള വിളകളായിരുന്നു അന്ന് കർഷകർ എന്ത് ചെയ്തിരുന്നത്? വിള ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ കുലാക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതായത് വൻകിട ഭൂ ഉടമകളെയാണ് അന്ന് കുലാക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇവരെന്തായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇവര് ശരിക്കും ഈ പറയുന്ന കർഷകർക്ക് എന്ത് ചെയ്യായിരുന്നു? പാട്ടത്തിന് ഭൂമി കൊടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് കുലാക്കുകൾ എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ്? വൻ നികുതികൾ ആരിൽ നിന്നും പിരിച്ചിരുന്നു? ഈ പറയുന്ന കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു ആരെന്ന് പറയുന്നത്? കുലാക്കുകൾ എന്നറിയപ്പെടുന്നത്. വ്യവസായവൽക്കരണത്തിന്റെ വ്യാപനം റഷ്യയിലെ തൊഴിലാളികളെ വൻതോതിൽ ചൂഷണം ചെയ്തു. ഇതിനൊക്കെ പിന്തുടർന്ന് ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും കർഷകരും തൊഴിലാളികളും സംഘടിക്കാൻ ആരംഭിച്ചു. അതായത് വ്യവസായവൽക്കരണത്തിന്റെ വ്യാപനം റഷ്യയിലെ തൊഴിലാളികളെ വൻതോതിൽ ചൂഷണം ചെയ്യുകയാണ്. അതേപോലെ തന്നെ എന്താണ്? ഭരണകൂടത്തിന്റെ ദുർഭരണം, അതായത് ഈ പറയുന്ന എന്താണ് രാജാക്കന്മാരുടെ ദുർഭരണവും എന്ത് ചെയ്യാണ്? കർഷകരെ അത്രത്തോളം എന്താണ് പടുകൂറ്റൻ കടക്കെണിയിലേക്കും അതേപോലെ തന്നെ ദാരിദ്ര്യത്തിലേക്കും കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന കർഷകരെ എല്ലാവരും കൂടി സംഘടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് എന്ത് ചെയ്യാണ്? തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകൃതമാവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എന്താണ് അത്രത്തോളം പൊറുതിമുട്ടിയ ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇവർക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്. ആ പാർട്ടി രൂപീകരിച്ചത് എന്നാ ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. 1898 ഈ പാർട്ടി രൂപീകൃതമാകുന്നത്. അപ്പോൾ പാർട്ടി രൂപീകൃതമായത് എന്നാ? 1898.
ഈ പാർട്ടിയുടെ നേതാവ് ആരാന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് ആരെന്ന് പറയുന്നത് വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യനോവ്. ഓക്കെ, വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യനോവ്. ഓക്കെ, അപ്പൊ അത് ആരാണ്? അയാളുടെ പേര്, യഥാർത്ഥ നാമമാണ് വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യനോവ്. നമ്മൾ വിളിക്കുന്ന ഏതാണ്? ലെനിൻ എന്നറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യനോവ് എന്ന് പറയുന്നത്. അവരായിരുന്നു ആരുടെ? ഡെമോക്രാറ്റിക്, അതായത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത് ആരായിരുന്നു? വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യനോവ് അഥവാ ലെനിൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത്. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്യാണ്? പിന്നീട് നമുക്കറിയാം, ഏതൊരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാലും അവിടെ 2 വിഭാഗക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ 2 വിഭാഗക്കാരായിട്ട് എന്ത് ചെയ്യാണ്? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്യാണ്? പിരിയുകയാണ്. ഓക്കെ, അപ്പോൾ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്യാണ്? 2 വിഭാഗങ്ങളായിട്ട് തിരികെയാണ്. അങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്? മെൻഷെവിക്കുകൾ, അതായത് മെൻഷെവിക്കുകൾ എന്നും അതേപോലെ തന്നെ ബോൾഷെവിക്കുകൾ എന്നും 2 വിഭാഗങ്ങളായിട്ടാണ് തിരിയുന്നത്. അപ്പോൾ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി 2ആയിട്ട് പിരിയുകയാണ്. ഒന്ന് മെൻഷെവിക്കുകൾ എന്നും 2 ബോൾഷെവിക്കുകൾ എന്നും. ഇതിൻ്റെ അകത്ത് മെൻഷെവിക്കുകളെ നമുക്കറിയാം, മെൻഷെവിക്കുകൾ ന്യൂനപക്ഷക്കാരാണ്. അതേപോലെ തന്നെ ബോൾഷെവിക്കുകൾ എന്നറിയപ്പെടുന്നതായിരുന്നു ഭൂരിപക്ഷം ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി 1898 രൂപീകരിച്ച ആരാന്ന് ചോദിച്ചാൽ വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യനോവ് ലെനിനാണ്. ഈ പാർട്ടി എന്ത് ചെയ്യാണ്? പിന്നീട് 2 വിഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അതിൻ്റെ അകത്ത് ഒരു വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? മെൻഷെവിക്കുകൾ എന്നറിയപ്പെടുന്നത്. മറ്റൊരു വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ബോൾഷെവിക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതിൻ്റെ അകത്ത് മെൻഷെവിക്കുകളാണ് ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്നതും ബോൾഷെവിക് എന്ന് പറയുന്നതാണ് ഭൂരിപക്ഷം ആളുകൾ എന്ന് പറയുന്നതും. ഓക്കെ, ഇനി ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ലെനിനും ട്രോട്സ്കിയും. ഓക്കെ, അപ്പോൾ ആരാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെനിനും ട്രോട്സ്കിയുമാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. അതായത് ബോൾഷെവിക് പാർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു അവരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത്. തൊഴിലാളികൾക്കിടയിൽ വിപ്ലവ ചിന്ത വളർത്തണമെന്നും പണിമുടക്കം വിപ്ലവം മാർഗങ്ങളായി സ്വീകരിക്കണമെന്നുമാണ് ബോൾഷെവിക്കുകൾ വാദിച്ചത്. അതായത് നമ്മൾ എന്താണ് തീവ്രമായിട്ട് തീവ്ര ദേശീയതയുള്ള ഒരു ആളുകൾ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ലെനിനും ട്രോട്സ്കിയുടെ വിഭാഗത്തിൽ വരുന്ന ബോൾഷെവിക്കുകൾ എന്നറിയപ്പെടുന്നത്. അതായത് അവർക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? എല്ലാം നേടിയെടുക്കണം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം ജനങ്ങളെ. ആ ഒരു ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ശരിക്കും ആരെന്ന് പറയുന്നത്? ഈ ബോൾഷെവിക് പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ മെൻഷെവിക്കുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, മെൻഷെവിക് പാർട്ടി നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി ആണ്. അലക്സാണ്ടർ കെരൻസ്കി എന്നറിയപ്പെടുന്ന ആളാണ് ഏത്? മെൻഷെവിക് പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത്. വിപ്ലവത്തിനും പണിമുടക്കിനും പകരം പരിഷ്കരണവും തെരഞ്ഞെടുപ്പും മതി എന്ന് വാദിച്ച ആളുകളാണ് ആരെന്ന് പറയുന്നത്? അതായത് മിതവാദി വിഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ മെൻഷെവിക്കുകൾ ഒരു മിതവാദി ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് എന്താണ്? വിപ്ലവം ഒരിക്കലും പാടില്ല, അതേപോലെ തന്നെ പണിമുടക്കുകളൊന്നും പാടില്ല, പകരം എന്താണ്? പരിഷ്കരണവും തെരഞ്ഞെടുപ്പും അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് പോകണമെന്ന് വാദിച്ച ആളുകളാണ് എന്തെന്ന് പറയുന്നത്? മെൻഷെവിക് വിഭാഗക്കാർ. അതായത് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് എന്ത് ചെയ്തത്? അതായത് മിതവാദി വിഭാഗത്തിൽ പെടുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതെ എന്ത് ചെയ്യുക? സമാധാനപരമായിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു മെൻഷെവിക് വിഭാഗക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഈ സമയത്താണ് റഷ്യയിൽ റൂസോ ജാപ്പനീസ് വാർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 പാർട്ടി രൂപീകരിക്കാണ്ടോ. അപ്പോൾ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി 1898 വന്നു. അതിന്റെ നേതാവായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യനോവ്. ഈ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും വരികയാണ്. അതിൻ്റെ അകത്ത് ബോൾഷെവിക്കുകളിൽ പെട്ടതാണ് ലെനിനും ട്രോട്സ്കിയും ആയിരുന്നു അവരുടെ നേതാവ്. അവർ തീവ്രവാദ ദേശീയതയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആളുകളാണ് ശരിക്കും ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ബോൾഷെവിക് എന്ന് പറയുന്നത്. ഇനി മെൻഷെവിക് എന്ന് പറയുന്നത് എന്താണ്? വിപ്ലവവും അതേപോലെ തന്നെ കലാപവും ഇതൊന്നും വേണ്ട, പകരം എന്താണ്? പരിഷ്കരണവും തിരഞ്ഞെടുപ്പും മാത്രം മതി എന്ന് പറയുന്ന ആളുകളാണ് മെൻഷെവിക്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മെൻഷെവിക്കുകളെ നമുക്ക് ന്യൂനപക്ഷം വിഭാഗമാണ്, ബോൾഷെവിക്കുകളാണ് ഭൂരിപക്ഷക്കാരും. ഇനി എന്ത് ചെയ്യാണ്? ഈ പറയുന്ന സമയത്താണ് റഷ്യയിൽ റൂസോ ജാപ്പനീസ് വാർ വരുന്നത്. 1905 ഈ പറയുന്ന റൂസോ ജാപ്പനീസ് വാർ വരുന്നത്. റൂസോ ജാപ്പനീസ്
വാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധമാണ് 1905. റഷ്യയും ജപ്പാനും തമ്മിൽ എന്ത് ചെയ്യാണ്, യുദ്ധത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്നത്? അത്രയും വലിയ രാഷ്ട്രമായിട്ടുള്ള റഷ്യനെ നിഷ്പ്രയാസം ജപ്പാൻ കീഴ്പ്പെടുത്തുകയാണ്. അന്ന് മനസ്സിലാവുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് റഷ്യയുടെ എന്താണ് അതായത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് ജീവിക്കുമ്പോൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളത് അന്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. കാരണം അത്രയും ചെറിയ രാജ്യമായിട്ടുള്ള ജപ്പാൻ ആരെ തോൽപ്പിക്കുകയാണ്? റഷ്യയെ തോൽപ്പിക്കുകയാണ്. അതാണ് റൂസോ ജാപ്പനീസ് വാർ 1905. അതോടുകൂടി ജനങ്ങൾ മനസ്സിലാക്കുകയാണ് അവരൊട്ടും എന്താണ് റഷ്യൻ ഭരണകൂടത്തെയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന റഷ്യയുടെ ബാക്കി, അതായത് ഈ പറയുന്ന റഷ്യയുടെ ഭരണകൂടത്തെ അവർ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യാണ്, അവിശ്വസിക്കുകയാണ്. കാരണം ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ എന്താണ് ജീവന് പോലും എന്തില്ല, ഒരു സുരക്ഷിതത്വമില്ല എന്നവര് മനസ്സിലാക്കുകയാണ്. ഈ സമയത്താണ് റഷ്യയെ പരാജയപ്പെടുത്തിയ ശേഷം സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളി സംഘങ്ങൾ, അങ്ങനെ ഈ പറയുന്ന തൊഴിലാളികളെല്ലാം ചെറിയ ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുകയാണ്. ആ സംഘങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു എന്തെന്ന് പറയുന്നത് സോവിയറ്റുകൾ എന്ന പേരിലാണ് ഈ സംഘങ്ങൾ രൂപീകരിച്ചത്. അപ്പോൾ റൂസോ ജാപ്പനീസ് വാറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത് സോവിയറ്റുകൾ എന്ന് പറയുന്നത്. കാരണം അതോടുകൂടി ഈ പറയുന്ന തൊഴിലാളികൾക്ക് എന്താണ് ചെറിയ ചെറിയ വിപ്ലവ സംഘങ്ങളായിട്ട് എന്താണ് തിരിയുകയാണ്. അങ്ങനെ അവർ രൂപീകരിച്ച എന്താണ് സംഘമാണ്, തൊഴിലാളി സംഘമാണ് എന്തെന്ന് പറയുന്നത് സോവിയറ്റുകൾ. സമരം ശക്തമായതിനെ തുടർന്ന്, സോവിയറ്റുകളുടെ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭ, അതിന് പറയുന്ന പേരാണ് മക്കളെ ദ്യൂമ എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ എന്ന് പറയുന്നത്. പോലീസ് സോവിയറ്റുകളെ അടിച്ചമർത്തുകയും പല നേതാക്കളും അറസ്റ്റിലാവുകയും ചെയ്തു. ഇതേ തുടർന്ന് ലെനിൻ സ്വിറ്റ്സർലൻഡിലേക്ക് ഒളിവിൽ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് ആര് ഒളിവിൽ പോകുന്നത്? ലെനിൻ അപ്പോൾ തന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് എന്ത് ചെയ്യാണ്, ഒളിവിൽ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് പോവാം. അതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ മറ്റൊരു പോയിന്റ് ആണ് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂഷിതമായ ഞായറാഴ്ച. താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ. അതേ ആദ്യത്തെ നമ്മൾ പറഞ്ഞു റഷ്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടറി ലേബേഴ്സ്, ഫാക്ടറിയിലെ തൊഴിലാളികളാണ് അവര്. അപ്പൊ അവരെന്ത് ചെയ്യാണ്, നിരന്തരം 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ആവശ്യപ്പെട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു വിപ്ലവത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഫാദർ ജോർജ് ഗാബോൺ എന്ന് പറയുന്ന പുരോഹിതന്റെ അടുത്തേക്ക് ആര് ചെല്ലുകയാണ്, ജനങ്ങൾ ചെല്ലുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കിട്ടുന്നില്ല. അതായത് സ്വാതന്ത്ര്യമില്ല, സമത്വമില്ല, അതേപോലെ തന്നെ എന്ത് ചെയ്ത ഒന്നുമില്ലാത്തൊരവസ്ഥ, ജോലി ചെയ്താൽ കൂലി പോലും ഇല്ലാത്ത അവസ്ഥ, നിരന്തരം പട്ടിണിയിൽ കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യാണ്, തൊട്ടടുത്തുള്ള ചർച്ചിലേക്ക് പോയി അവിടുത്തെ പുരോഹിതനെ പോയി കാണുകയാണ്. അയാളുടെ പേരാണ് ഫാദർ ജോർജ് ഗാബോൺ എന്ന് പറയുന്നത്. ഫാദർ ജോർജ് ഗാബോൺ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1903 ഈ പറയുന്ന കർഷകരും അതേപോലെ തന്നെ ഫാക്ടറി തൊഴിലാളികൾ എല്ലാവരും കൂടി ചെന്നതിന് ശേഷം അവിടെ വെച്ച് 1903 ഒരു സമിതി രൂപീകരിക്കുകയാണ്. നമ്മുടെ ആവശ്യം, അതായത് ഈ പറയുന്ന ഇവരുടെ തൊഴിലാളികളുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ജോലി ചെയ്യുന്നതിനുള്ള വേതനം ലഭിക്കണമെന്നുള്ളതും അതേപോലെ കൃത്യമായിട്ട് വേതനം കൊടുക്കണമെന്നതിനെ കുറിച്ചുമുള്ള ആ ഒരു കാര്യം അറിയിക്കാനായിട്ട് അവരെന്ത് ചെയ്യാണ്, ഒരു സമിതി രൂപീകരിക്കുകയാണ്. ആ സമിതി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഫാദർ ജോർജ് ഗാബോണിന്റെ നേതൃത്വത്തിലാണ് സമിതി രൂപീകരിക്കുന്നത്. അങ്ങനെ സമിതി രൂപീകരിച്ചതിന് ശേഷം അവരെല്ലാം ഇത് അറിയിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ഫാക്ടറി ഉടമകൾ ആരും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ജോലി സമയം കുറയ്ക്കുന്നില്ല. 11-12 മണിക്കൂറും തന്നെ വീണ്ടും ജോലി പോവുകയാണ്. അതേപോലെ തന്നെ അവർക്ക് ആ ജോലിക്കുള്ള വേതനം ആർക്ക് കിട്ടുന്നില്ല, ഈ പറയുന്ന ലേബേഴ്സിന്, തൊഴിലാളികൾക്ക് കിട്ടുന്നുമില്ല. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യാണ്, 1905 ജനുവരി 9 രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ, അന്ന് റഷ്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പെട്രോഗ്രാഡാണ്, പെട്രോഗ്രാഡിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ
ഏകദേശം ഈ പ്രകടനത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000-ഓളം ആളുകളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ ജോർജ് ഗാബോണും 1000-ഓളം തൊഴിലാളികളും ചേർന്ന് എന്ത് ചെയ്യാണ്, റഷ്യയുടെ തലസ്ഥാനമായ പെട്രോഗ്രാഡിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അതായത് അവർക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ കൂലി വേണം, അതേപോലെ തന്നെ ജോലി സമയം കുറയ്ക്കണം എന്നൊക്കെയായിരുന്നു ഇതിന്റെ ഈ പറയുന്ന മാർച്ചിന്റെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു മാർച്ചായിരുന്നു. ആ മാർച്ചിന്റെ നേരെ എന്ത് ചെയ്യാണ്, പട്ടാളം വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികളാണ് അന്ന് എന്ത് ചെയ്യുന്നത്, ഈ സംഭവത്തിൽ കൊല്ലപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന സമാധാനപരമായിട്ട് ഒരു മാർച്ച് തലസ്ഥാനത്തേക്ക് ഈ പറയുന്ന ഫാദർ ജോർജ് ഗാബോൺ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു മാർച്ചിൽ ഒരാവശ്യവുമില്ലാതെ എന്ത് ചെയ്യാണ്, പട്ടാളം വന്ന് വെടിവെക്കുകയാണ്. 100 കണക്കിന് നിരപരാധികളാണ് അന്ന് എന്ത് ചെയ്യുന്നത്, മരിച്ചു വീഴുന്നത്. ആ മരിച്ചു വീഴുന്ന 1905 ജനുവരി 9 ആ സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് എന്താണ്, തുടർച്ചയായി 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതന സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ഫാദർ ജോർജ് ഗാബോന്റെ നേതൃത്വത്തിൽ 1905 ജനുവരി 9 റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള പെട്രോഗ്രാഡിലേക്ക് നടന്ന ആ ഒരു മാർച്ചിൽ അവരുടെ ആവശ്യം അവർക്ക് എന്തായിരുന്നു, ഈ പറയുന്ന തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് വേതനവും അതേപോലെ തന്നെ എന്താണ് വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കണമെന്നതുമായിരുന്നു. അതിനെതിരെ പട്ടാളം വന്ന് വെടിവെച്ച് 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ആ സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അത് നടന്നത് 1905 ജനുവരി 9 എന്ത് ചെയ്യുന്നത്, ഈ ഒരു രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഫെബ്രുവരി വിപ്ലവത്തിലേക്ക് പോകാം. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി വിപ്ലവം റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവമാണ്. ഫെബ്രുവരി വിപ്ലവം നടന്നത്, അതായത് നമ്മൾ അന്ന് ലോക രാഷ്ട്രങ്ങളെ എല്ലാം അനുഗമിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മാർച്ചിലും റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് എന്നുമാണ് നടക്കുന്നത്, ഫെബ്രുവരി. അതായത് അന്ന് റഷ്യ എന്താണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലിയൻ കലണ്ടറാണ്. നമ്മളൊക്കെ എന്താണ്, ഗ്രിഗോറിയൻ കലണ്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാളും ഒരു മാസം മുമ്പാണ് എന്തെന്ന് വരുന്നത്, ജൂലിയൻ കലണ്ടർ വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം. ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഒരു വിപ്ലവം അല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കരുതി കൂട്ടിക്കൊണ്ട് ചെയ്തതല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് അങ്ങനെ ഒന്ന് വന്ന ഒരു വിപ്ലവം തന്നെയാണ് ഈ ഒരു ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. അതായത് ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം 1917 മാർച്ചിലാണ്. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധത്തിനിടയിൽ പട്ടിണി വ്യാപകമായതോടെ 1917 തുടക്കം മുതൽ പൊതു പണിമുടക്കുകൾ ആരംഭിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം ആ ഒരു സമയത്ത് റഷ്യ ഏറ്റവും കൂടുതൽ എന്തിലേക്ക് പോവുകയാണ്, ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് യുദ്ധങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ആ ഒരു സമയത്ത് മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീതികളിൽ പ്രകടനം നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ മാർച്ച് 8 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് വനിതകൾ, അതായത് 100 കണക്കിന് സ്ത്രീകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന റഷ്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഈ മാർച്ചിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറണം. ഓക്കെ, അപ്പോൾ മാർച്ച് 8 എന്ത് വരുന്നത്, ഈ ഒരു ജാഥ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം എന്തായിരുന്നു അവരുടെ, അതായത് ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറണമെന്നും സർഭരണം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു സമരക്കാർ ആവശ്യപ്പെട്ടത്. കാരണം അവർക്ക് അന്നന്നത്തെ ദിവസം കഴിക്കാനുള്ള റൊട്ടി പോലും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോഴും റഷ്യ എന്ത് ചെയ്യാണ്, യുദ്ധത്തിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്തില്ല, കഴിക്കാനുള്ള റൊട്ടി പോലുമില്ല. ആ സമയത്താണ് റഷ്യ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര്
എന്താണ് ഒരു സമരവുമായി മുന്നോട്ടേക്ക് പെട്രോഗാഡിലേക്ക് പോകുന്നു. അപ്പൊ ലോകയുദ്ധത്തിൽ നിന്ന് എന്ത് ചെയ്യണം? റഷ്യ പിന്മാറണം. ഇതായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റൊമനോവ് രാജവംശത്തിൽപ്പെട്ട ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിക്കുകയും വേണം. ആ ഒരു സമയം പെട്ടെന്നാണ് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നത്? മാർച്ച് 12-ന് സൈന്യത്തിന് നിരവധി റെജിമെന്റുകൾ പണിമുടക്കുന്ന തൊഴിലാളികൾക്കൊപ്പം ചേരുകയാണ്. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യാണ്? ഇവരുടെ അടുത്തേക്ക്, അതായത് ഈ പറയുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്? അതായത് അവരുടെ അടുത്തേക്ക് നിലവില് ഈ പറയുന്ന പട്ടാളത്തെ അയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇവരെ കൊന്നു തള്ളുന്നതിന് വേണ്ടിയിട്ട് പട്ടാളത്തെ അയക്കുകയാണ്. ഓക്കെ, അപ്പോൾ മാർച്ച് 12-ന് സൈന്യത്തിന്റെ നിരവധി റെജിമെന്റുകൾ പണിമുടക്കുന്ന തൊഴിലാളികൾക്കൊപ്പം ചേരുകയാണ്. പക്ഷെ ഇവർക്ക് എന്താ കാരണം മനസ്സിലാവുകയാണ്. അതായത് ഒരാവശ്യവുമില്ലാതെ ഇവരെ കൊല്ലാനായിട്ട് വരുന്ന പട്ടാളത്തിന്റെ അടുത്ത് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പട്ടാളത്തിലെ പകുതി പേരും അല്ലെങ്കിൽ ഈ പട്ടാളത്തിലുള്ള ആളുകളൊക്കെ ഇവരുടെ ഭർത്താക്കന്മാർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല? ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് ഇവരാരും മുന്നോട്ടേക്ക് പോകത്തില്ല. പകരം പട്ടാളം ആരുടെ കൂടെ ചേരുകയാണ്? ഈ പറയുന്ന സ്ത്രീകളുടെ കൂടെ, ആയിരക്കണക്കിന് സ്ത്രീകളുടെ കൂടെ അവരും ചേരുകയാണ്. അങ്ങനെ ഈ ഒരു വിപ്ലവം എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് തിരിയാണ്? റഷ്യൻ ഭരണകൂടത്തിനെതിരെ തിരിയുകയാണ്. അങ്ങനെ റഷ്യൻ ഭരണകൂടം എന്നേക്കുമായിട്ട് എന്താണ്? രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും പെട്രോഗാഡ് എന്ന തലസ്ഥാനം ഇവര് എന്ത് ചെയ്യാണ്? പിടിച്ച് അടക്കുകയും ചെയ്യാണ്. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ അതോടുകൂടി എന്ത് ചെയ്യാണ്? സ്ഥാനമൊഴിയുകയാണ്. റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത സംഭവമായിരുന്നു എന്തെന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോ എന്തായിരുന്നു? അതായത് ഈ പറയുന്ന എന്താണ്? നിക്കോളാസ് രണ്ടാമന്റെ ഭരണം എന്നേക്കുമായിട്ട് അദ്ദേഹം സ്ഥാനത്ത് നിന്നും ഒഴിയുകയാണ്. റഷ്യയിൽ മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കി അതോടുകൂടി എന്ത് ചെയ്യാണ്? നേതൃത്വത്തിൽ വരികയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു റഷ്യൻ ഡെമോക്രാറ്റിക് സോഷ്യൽ വർക്കേഴ്സ് പാർട്ടിയുടെ രണ്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ള വിഭാഗങ്ങളാണ് മെൻഷെവിക്കും ബോൾഷെവിക്കും. മെൻഷെവിക്കില് നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ ആളുകളാണ് മെൻഷെവിക്കുകളിൽ വരുന്നത്. അവരാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ്, അതായത് അവരുടെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഗവൺമെന്റ് ആണ് നിക്കോളാസ് രണ്ടാമൻ ഇറങ്ങിപ്പോകുന്നത് ശേഷം വരുന്നത്. ഓക്കെ, ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലായിരുന്ന ലെനിൻ രഹസ്യമായി റഷ്യയിൽ തിരിച്ചെത്തുകയും പെട്രോഗാഡിൽ വെച്ച് താൽക്കാലിക സർക്കാരിനെതിരെ സമരപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അന്ന് ലെനിൻ മുഴക്കിയ മുദ്രാവാക്യം ഇമ്പോർട്ടന്റ് ആണ്. അതാണ് യുദ്ധവും പട്ടിണിയുമല്ല, ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ആരാണ് ഈ മുദ്രാവാക്യം മുഴക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധവും പട്ടിണിയുമല്ല, ആഹാരവും സമാധാനവുമാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ലെനിൻ മുഴക്കിയ മുദ്രാവാക്യമാണ്. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട്? റഷ്യൻ വിപ്ലവം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫെബ്രുവരി വിപ്ലവമായിട്ട് നമുക്ക് പറയാനുള്ളൂ. അതായത് റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം. അതായത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഏതായിരിക്കും? ഫെബ്രുവരിയും മാർച്ചും. അതേപോലെ തന്നെ റഷ്യൻ കലണ്ടർ പ്രകാരം ഏതാണ്? ജൂലിയൻ കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരിയിലുമാണ് നടക്കുന്നത്. ഒരു മാസത്തെ ഡിഫറൻസ്. ഓക്കെ, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിനിടയിൽ പട്ടിണി വ്യാപകമായതോടെ 1917 തുടക്കം മുതൽ പൊതുപണിമുടക്കുകൾ ആരംഭിച്ചു. ഇതിനെതിരെ മാർച്ച് 8-ന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്കു വേണ്ടി തിരുവുവേദികളിൽ പ്രകടനം നടത്തി. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറണമെന്നും സർഭരണം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു സമരക്കാർ ആവശ്യപ്പെട്ടത്. ഈ സമരത്തിന്റെ ഇടയിലേക്കാണ് ആയിരക്കണക്കിന് ഏകദേശം 12ഓളം റെജിമെന്റ് എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് അഴിച്ചുവിടുന്നത്. അവിടെ വെച്ച് എന്ത് ചെയ്യുകയാണ്? അവരും ആരുടെ അടുത്തേക്ക് കൂടുകയാണ്? ഈ സ്ത്രീകളുടെ കൂടെ കൂടുകയാണ്. അങ്ങനെ റഷ്യൻ ഭരണകൂടത്തിലെ നിക്കോളാസ് രണ്ടാമനെ എന്നേക്കുമായി സ്ഥാനഭ്രഷ്ടനാക്കുകയും അവിടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ പുതിയൊരു താൽക്കാലിക ഗവൺമെന്റ് അവിടെ ഉദയം ചെയ്യുകയുമാണ്. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഒക്ടോബർ വിപ്ലവം. ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത് ബോൾഷെവിക്കിലെ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷമാണ് 1917 നവംബർ 7-ന് തൊഴിലാളികളുടെയും സൈനികരുടെയും സോവിയറ്റുകളുടെയും സംയുക്ത മുന്നേറ്റത്തിന്റെ ഫലമായി പെട്രോഗാഡ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പട്ടണങ്ങളെല്ലാം പിടിച്ചെടുക്കുകയാണ്. കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷെവിക് നേതാവാണ് കെരൻസ്കി. അപ്പൊ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷെവിക് നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? കെരൻസ്കി ആണ്. ഓക്കെ, അപ്പോൾ കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷെവിക് നേതാവ് ആരാന്ന് ചോദിച്ചാൽ അതാണ് കെരൻസ്കി എന്ന് പറയുന്നത്.
കലാപത്തെ തുടർന്ന് റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾക്ക് ലഭിച്ച സംഭവം അറിയപ്പെടുന്നതാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന അലക്സാണ്ടർ കെരൻസ്കിയെ സ്ഥാനത്ത് നിന്നും മാറ്റുകയും അദ്ദേഹം എന്ത് ചെയ്യാണ്, നാട് വിട്ടു പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണ് ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വന്ന് ഈ ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, റഷ്യ ഭരിക്കപ്പെടുന്നത്. ബോൾഷെവിക് പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിക്കുകയാണ്. അപ്പോൾ ബോൾഷെവിക് പാർട്ടിയാണ് പിന്നീട് എന്തായി മാറിയത്, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് മാറിയത്. ഏതാണെന്ന് ചോദിച്ചാൽ ബോൾഷെവിക് പാർട്ടിയാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിച്ചത്. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് ഒക്ടോബർ വിപ്ലവത്തെ ആധാരമാക്കി ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ജോൺ റീഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തെ ആധാരമാക്കി ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജോൺ റീഡ് ആണ്. ഏതായിരുന്നു കൃതി? 10 days that shook the world. 10 days that shook the world എന്ന കൃതി ആരാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ജോൺ റീഡ് ആണ് 10 days that shook the world എന്ന് പറയുന്ന കൃതി എഴുതിയത്. റഷ്യയിലെ പഴയ ഭൂവുടമകളും അതേപോലെ തന്നെ മുതലാളിമാരും കൂടി രൂപീകരിച്ച വെള്ളപ്പടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഭയപ്പെട്ട പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ചിലർ സഹായം നൽകിയിരുന്നു. അവർ റഷ്യയെ ആക്രമിച്ചു. ഈ യുദ്ധം അറിയപ്പെട്ടിരുന്ന പേരാണ് ഇടങ്കോലിടൽ യുദ്ധം. അപ്പോൾ താഴെ പറയുന്നവയിൽ ഇടങ്കോലിടൽ യുദ്ധം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യൻ വിപ്ലവമാണ്. എന്താണ്? റഷ്യയിലെ പഴയ ഭൂ ഉടമകളും മുതലാളിമാരും കൂടി രൂപീകരിച്ച വെള്ളപ്പടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഭയപ്പെട്ട പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ചിലർ സഹായം നൽകിയിരുന്നു. അവർ അങ്ങനെ റഷ്യയെ ആക്രമിച്ചു. ഈ യുദ്ധം അറിയപ്പെട്ടതാണ് എന്തെന്ന്? ഇടങ്കോലിടൽ യുദ്ധം എന്ന് പറയുന്നത്. ഇതേ തുടർന്ന് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ലെനിൻ സ്വീകരിച്ച നടപടികളെ യുദ്ധകാല കമ്മ്യൂണിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ തുടർന്ന് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ഒത്തിരി കാര്യങ്ങൾ ലെനിൻ ചെയ്യുകയാണ്. അതായത് എന്താണ്? ഭൂമി, എസ്റ്റേറ്റുകൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്യുകയാണ്. കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ എന്നിവ ആർക്ക്? കർഷകർക്ക് വിതരണം ചെയ്യുകയാണ്. ഉൽപ്പന്നങ്ങൾ അധികമുള്ളവ സർക്കാർ ഏറ്റെടുത്ത് മറ്റു ജനവിഭാഗങ്ങൾക്ക് വിതരണം നടത്തി. അതേപോലെ വ്യവസായശാലകളിൽ ഉൽപ്പാദിക്കുന്നവയെല്ലാം വേതനത്തിന് പകരമായി തൊഴിലാളികൾക്ക് തന്നെ നൽകുകയാണ്. ഓക്കെ, അപ്പോൾ വ്യവസായശാലകളിൽ ഉൽപ്പാദിക്കുന്നവയെല്ലാം വേതനത്തിന് പകരമായി തൊഴിലാളികൾക്ക് നൽകി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തിയതുകൊണ്ടാണ് ആ സമയത്തെ യുദ്ധകാല കമ്മ്യൂണിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത് പുത്തൻ സാമ്പത്തിക നയം. റഷ്യയിൽ ലെനിൻ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. 1921 റഷ്യയിൽ ലെനിൻ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. 1921. ഇതിൽ പ്രകാരം കർഷകർക്ക് ഇഷ്ടമുള്ള ധാന്യം കൃഷി ചെയ്യാനും ഉൽപ്പന്നങ്ങൾ പൊതു കമ്പോളത്തിൽ വിൽക്കാനും സ്വാതന്ത്ര്യം നൽകി. ഓക്കെ, അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം 1921 നടപ്പിലാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ലെനിനാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത് 1921. ഇതിൽ പ്രകാരം കർഷകർക്ക് ഇഷ്ടമുള്ള ധാന്യം കൃഷി ചെയ്യാനും ഉൽപ്പന്നങ്ങൾ പൊതു കമ്പോളത്തിൽ വിൽക്കാനും സ്വാതന്ത്ര്യം നൽകി. സ്വകാര്യ മേഖലയിൽ ചില വ്യവസായങ്ങൾ എന്ത് ചെയ്തു? അനുവദിക്കുകയും ചെയ്തു. ഇനി സോവിയറ്റ് യൂണിയന്റെ ഉദയം. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായി. യൂണിയൻ നിലവിൽ വന്ന വർഷം 1922 വന്നത്. ഇതോടെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വരാൻ കാരണമായ സംഭവമാണ് എന്തെന്ന് പറയുന്നത്? റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാ ചോദിച്ചാൽ അത് 1924 റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ ഉദയം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായി. യൂണിയൻ നിലവിൽ വന്ന വർഷം എന്നാ ചോദിച്ചാൽ 1922. ഇതോടെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വരാൻ കാരണമായ സംഭവമാണ് റഷ്യൻ വിപ്ലവം. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം 1924. പഞ്ചവത്സര പദ്ധതികൾ. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ് ഈ ഒരു ചോദ്യം. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ.
ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? ജോസഫ് സ്റ്റാലിൻ. പഞ്ചവത്സര പദ്ധതികളെ തുടർന്ന് യൂണിയൻ ശക്തമായ ഒരു വ്യാവസായിക സൈനിക ശക്തിയായി മാറുകയാണ്. 1929 സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന ഏക രാജ്യം ഏത് തന്നെയായിരുന്നു? സോവിയറ്റ് യൂണിയനാണ്. അപ്പൊ 1929 സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന ഏക രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയനാണ്. ആ സമയത്ത് നമുക്കറിയാം ഈ പറയുന്ന റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ആളാണ് ആരെന്ന് പറയുന്നത്? റാസ്പുട്ടിൻ എന്ന് പറയുന്നത്. റാസ്പുട്ടിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് റാസ്പുട്ടിൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു സമയത്ത് 20-ാം നൂറ്റാണ്ടിലെ സർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തെ അത്രത്തോളം എന്ത് ചെയ്തത്, ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഈ തെമ്മാടിയായിട്ടുള്ള സന്യാസിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ രാജാവിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തതാണ് ശരിക്കും അത്രത്തോളം എന്ത് ചെയ്തത് ഈ രാജാവ് ഇത്രയും ദുഷിച്ച ഭരണത്തിലേക്കും ആഡംബര ജീവിതത്തിലേക്കും പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നതിൽ ഒന്നാണ് ഈ പറയുന്ന തെമ്മാടിയായ സന്യാസി അല്ലെങ്കിൽ റാസ്പുട്ടിനിന്റെ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറയുന്നത്. പിന്നീട് രാജാവിന്റെ മന്ത്രിയും ബാക്കിയുള്ള രാജാവിന്റെ ആളുകളൊക്കെ ചേർന്ന് ആരെ കൊല്ലുകയാണ്? റാസ്പുട്ടിനെ വിഷം കൊടുത്ത് കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം നീചനായിട്ടുള്ള ഒരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു ആരെന്ന് പറയുന്നത്? റാസ്പുട്ടിൻ. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അതിനെ ആരെ കൂടി ഭാഗവാക്കാക്കി? രാജാവിനെ കൂടി ഭാഗവാക്കാക്കി പല പല പ്രശ്നങ്ങളിലും രാജാവിനെ കൊണ്ടുവന്ന് തള്ളിയത് ആരാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന റാസ്പുട്ടിനാണ്. അവസാനം രാജാവിന്റെ അനുയായികളും രാജാവിന്റെ ബാക്കിയുള്ള ആളുകളും ചേർന്നാണ് ആരെ കൊല്ലുന്നത്? റാസ്പുട്ടിനെ വിഷം കൊടുത്താണ് കൊന്നുകളയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാണ് VK കൃഷ്ണമേനോനാണ് ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്താണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ. ഓക്കെ, ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ അതെന്താ ചോദിച്ചാൽ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ എന്താ ചോദിച്ചാൽ സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് രൂപം കൊണ്ട നിശബ്ദ സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ എന്ന് പറയുന്നത്. ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് സെർഗി ഐൻസ്റ്റീൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കരിങ്കടലില് റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടൻകിൻ അസംതൃപ്തരായ നാവികൻ നടത്തിയ കലാപമാണ് ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് വ്യക്തമാക്കുന്നത്. നിശബ്ദ സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവത്തൊന്നുമില്ല. ആകെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറേ മാംസങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ജീർണിച്ചതും അതേപോലെ തന്നെ പുഴുക്കളരിക്കുന്നതുമായിട്ടുള്ള മാംസങ്ങളൊക്കെ ഇവർ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നു. അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ അവിടെ നിന്നും കുറേ ആളുകളെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ജോൺ റീഡ് ലോകത്തെ പിടിച്ചു കുലക്കിയ 10 ദിവസം എന്ന് പറയുന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് ഈ പറയുന്ന സെർഗി ഐൻസ്റ്റീൻ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ എന്ന് പറയുന്ന സിനിമ എടുത്തത്. ഓക്കെ, അപ്പൊ ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് ചലച്ചിത്രം സെർഗി ഐൻസ്റ്റീൻ എന്ത് ചെയ്തത് സംവിധാനം ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീനെ കുറിച്ച് പറയാനുള്ളൂ. ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ അങ്ങനെയാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്, ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ. ഇനി ലെനിൻ, റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്. ലെനിനാണ് റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ്. ലെനിന്റെ യഥാർത്ഥ നാമമാണ് വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ് എന്ന് പറയുന്നത് ആരുടെ യഥാർത്ഥ നാമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ യഥാർത്ഥ നാമ? വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ് എന്ന് പറയുന്നത് അത് നമ്മുടെ ലെനിന്റെ യഥാർത്ഥ നാമമാണ്, വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ്. 1919 മൂന്നാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവ്. ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചേക്കണെയാണ്. അതായത് ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ലെനിൻ. റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കി. ലെനിൻ ആരംഭിച്ച പത്രം ഇമ്പോർട്ടന്റ് ആണ്, ഇസ്ക്ര. ഓക്കെ, അപ്പോൾ ഇസ്ക്ര എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ലെനിൻ ആരംഭിച്ച പത്രമാണ് ഇസ്ക്ര. ലെനിൻ അന്തരിച്ച വർഷം 1924 ലെനിൻ അന്തരിക്കുന്നത്. ചുവപ്പ് കാവൽ സേന, അത് സൈനിക വിഭാഗം രൂപീകരിച്ചത്, ചുവപ്പ് കാവൽ സേന എന്ന് പറയുന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ലെനിനാണ്. ലെനിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് റെഡ് സ്ക്വയർ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചേക്കണെയാണ് റെഡ് സ്ക്വയർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചൊന്ന് പറയാം. അതായത് റഷ്യൻ വിപ്ലവം നടക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 20-ാം നൂറ്റാണ്ടിലാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ അതാണ് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ് ഭൂമി, ആഹാരം, സമാധാനം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ലിയോ ടോൾസ്റ്റോയ് ആണ്. ഏത് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് അന്ന് 20-ാം നൂറ്റാണ്ടിൽ റഷ്യ ഭരിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൊമനോവ് വംശജരായിട്ടുള്ള സർ ചക്രവർത്തിമാര്. അന്ന് ഈ റൊമനോവ് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ ദുഷിച്ച ഭരണത്തെ എതിർത്തുകൊണ്ട് തൊഴിലാളി സംഘടിക്കാൻ ആരംഭിക്കുകയും അങ്ങനെ റഷ്യൻ വിപ്ലവ സമയത്ത് പുതിയൊരു പാർട്ടി അതായത് രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേരാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അത് രൂപീകരിച്ചത് 1898. പ്രസിദ്ധമായ വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യനോവ് ആയിരുന്നു ഇതിന്റെ നേതാവ് എന്ന് പറയുന്നത്. പിന്നീട് ആ പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്, മെൻഷെവിക്ക്, ബോൾഷെവിക് എന്ന പേരിൽ. മെൻഷെവിക്ക് ന്യൂനപക്ഷവും ബോൾഷെവിക്ക് ഭൂരിപക്ഷവും. ലെനിൻ ട്രോട്സ്കിയും ചേർന്ന് ബോൾഷെവിക്കിനെ നയിച്ചു. അലക്സാണ്ടർ കെരൻസ്കി ചേർന്ന് ആരെ നയിച്ചു? മെൻഷെവിക്കിനെ നിയന്ത്രിച്ചു. ഇനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 1905 റൂസോ ജാപ്പനീസ് വാർ വരുന്നത്. ഇതിൻ്റെ അകത്ത് ആരെ പരാജയപ്പെടുത്തുകയാണ്? ജപ്പാൻ റഷ്യയെ പരാജയപ്പെടുത്തുകയാണ്. അത് വലിയൊരു തിരിച്ചടിയായിട്ട് അവിടുത്തെ ജനങ്ങൾക്കും മനസ്സിലാകുകയാണ്. അതായത് ഭരണം അത്രത്തോളം എന്താണ് പടുക്കുഴിയിലേക്കാണ് ജനങ്ങളെ തള്ളിയിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും അന്ന് അവരെല്ലാവരും കൂടി ചേർന്നെടുത്ത ഒരു ചെറിയ തൊഴിലാളി സംഘങ്ങളെയായിരുന്നു സോവിയറ്റുകൾ എന്ന് പറയുന്നത്. ഈ സോവിയറ്റുകൾ എന്താണ് രൂപീകരിച്ചതിനെ തുടർന്ന് നിയമനിർമ്മാണ സഭയോന്നം പുതിയത് വന്നു. അതാണ് ദ്യൂമ എന്ന് പറയുന്നത്. എന്തായിരുന്നു ബ്ലഡി സൺഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാദർ ജോർജ് ഗാബോന്റെ നേതൃത്വത്തിൽ 1903 10-15 മണിക്കൂർ പണിയെടുത്തിരുന്ന തൊഴിലാളികളെല്ലാം കൂടി സംഘടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഒരു സമിതി രൂപീകരിക്കുകയാണ്. അവർ 1905 ജനുവരി 9 ഫാദർ ഗാബോന്റെ നേതൃത്വത്തിൽ പെട്രോഗാഡ് എന്ന് പറയുന്ന റഷ്യയുടെ തലസ്ഥാന നഗരത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ആ മാർച്ചിനെതിരെ പട്ടാളക്കാരെ അഴിച്ചുവിടുകയും തുരുതുരാ വെടിവെച്ച് 100 കണക്കിന് ആളുകൾ എന്ത് ചെയ്യുകയാണ്? കൊല്ലപ്പെടുകയും ചെയ്ത ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് 1905 ജനുവരി 9 രക്തരൂഷിതമായ ഞായറാഴ്ച, അല്ലെങ്കിൽ എന്താണ് ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറഞ്ഞത്. ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുമ്പോൾ എന്താണ്? മാർച്ച് വിപ്ലവം എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. കാരണം എന്താണ്? ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മാർച്ചിലും ജൂലിയൻ കലണ്ടർ പ്രകാരം റഷ്യൻ കലണ്ടർ, അല്ലെങ്കിൽ റഷ്യ ഫോളോ ചെയ്യുന്ന കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. ഇത് പ്രകാരം എന്താണ് നടക്കുന്നത്? ഫെബ്രുവരിയിലും നമ്മുടെ കലണ്ടർ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? മാർച്ചിലും നടക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിനിടയിൽ പട്ടിണി വ്യാപകമായതോടെ 1917 തുടക്കം മുതൽ എന്ത് ചെയ്യാണ്? പൊതുമുടക്കുകൾ ആരംഭിക്കുകയും അതിൻ്റെ അകത്ത് മാർച്ച് 8 എന്ത് ചെയ്യാണ്? ഈ പറയുന്ന സ്ത്രീകൾക്കെതിരെ റൊട്ടിക്ക് വേണ്ടി പെട്രോഗാഡിലേക്ക് നടത്തുന്ന മാർച്ചിലേക്ക് പട്ടാളക്കാരെ അഴിച്ചുവിടുകയും പട്ടാളക്കാര് വെടിവെക്കാതെ ആർക്കെതിരെ തന്നെ തിരികുകയാണ്? ഭരണകൂടത്തിനെതിരെ തിരികുകയും ഭരണകൂടത്തിനെതിരെ എന്ത് ചെയ്യുകയാണ്? അവർ എന്താണ് സംഘം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന പെട്രോഗാഡിലേക്ക് പോവുകയും അവിടെ വെച്ച് റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനെ എന്ത് ചെയ്യുകയാണ്? പെട്രോഗാഡ് തലസ്ഥാനം പിടിച്ചെടുക്കുകയും അതേപോലെ തന്നെ നിക്കോളാസ് രണ്ടാമനെ സ്ഥാനമൊഴിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ റഷ്യയിൽ മെൻഷെവിക് നേതാവിന്റെ കെയർ ഓഫിൽ എന്ത് ചെയ്യാണ്? പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്യാണ്? അധികാരത്തിൽ വരികയാണ്. ഓക്കെ, ആ സമയത്താണ് ലെനിൻ വരുന്നത്. ലെനിൻ യുദ്ധവും പട്ടിണിയുമല്ല, ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾ വേണ്ടത് എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ ലെനിൻ. ഒക്ടോബർ വിപ്ലവം നമ്മൾ പറഞ്ഞു, അലക്സാണ്ടർ കെരൻസ്കി നാട് വിട്ടുപോയി. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്നാണ് എന്ത്? ബോൾഷെവിക് നേതാവ് പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിക്കുന്നത്. അന്ന് ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ഒക്ടോബർ വിപ്ലവത്തെ ആധാരമാക്കിയാണ്. അത് ജോൺ റീഡാണ്. അതേപോലെ തന്നെ ഇടങ്കോരിടൽ യുദ്ധം, റഷ്യയിലെ ഭൂവുടമകളായിട്ടുള്ള മുതലാളിമാര് കൂടി രൂപീകരിച്ച വെള്ളപ്പടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഭയപ്പെട്ട പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ചിലർ സഹായം നൽകിയിരുന്നു. അവർ റഷ്യയെ ആക്രമിച്ചു. ഈ യുദ്ധം അറിയപ്പെടുന്നതാണ് ഇടങ്കോരിടൽ യുദ്ധം. ഓക്കെ, പുത്തൻ സാമ്പത്തിക നയം 1921 ലെനിന്റെ നേതൃത്വത്തിൽ. സോവിയറ്റിന്റെ ഉദയം 1922. റഷ്യയിൽ ഭരണഘടന നിലവിൽ വന്ന് 1924. പഞ്ചവത്സര പദ്ധതികൾ ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് സോവിയറ്റ് യൂണിയൻ. ആരായിരുന്നു അതിന്റെ
നേതൃത്വം വഹിച്ചത് ജോസഫ് സ്റ്റാലിൻ. തെമ്മാടിയായ സന്യാസി റാസ്പുട്ടിനാണ്. ഇന്ത്യയിലെ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് BK കൃഷ്ണമേനോൻ. എന്താണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് രൂപം കൊണ്ട നിശബ്ദ സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്നത്. സെർഗി അൻസിനാണ് സംവിധാനം ചെയ്തത്. വിപ്ലവത്തിന്റെ നേതാവ് ലെനിൻ, വാഡിമർ ഇല്ലിച്ച് ഉലനോവ്. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്നറിയപ്പെടുന്ന ലിയോ ടോൾസ്റ്റോയ്. ലെനിന്റെ പത്രമാണ് എസ്ക്ര എന്ന് പറയുന്നത്. ലെനിൻ അന്തരിച്ചത് 24-ലാണ്. അദ്ദേഹത്തെ എന്താണ് ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം റെഡ് സ്ക്വയർ. അടുത്ത ബയോളജി ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇത് എന്ത് ചെയ്യത്തില്ല, പിന്നീടൊന്നും നിങ്ങളിത് കണ്ട് മനസ്സിലാക്കാനോ പരിപാടിക്കോ ഒന്നും പോകത്തില്ല. ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു 3 ടൈം റിവിഷൻ കൂടിയാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട് കൂടി വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ബോൾ അറ്റൻഡ് ചെയ്താൽ ഈ ഒരു ഭാഗം പക്ക ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടന്നോളും. ഓക്കെ, ബയോളജിയിലെ COVID-19 കുറിച്ചാണ്. ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം. ഒത്തിരി തവണ PSC ചോദിച്ചാണ് കേട്ടോ. അതായത് ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം കൊറോണ എന്ന വാക്ക് ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നതാണ് കോവിഡിന്റെ ശരിക്കും മീനിങ് എന്ന് പറയുന്നത്. WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ ആദ്യ വാക്സിൻ ആയിരുന്നു ഫൈസർ വാക്സിൻ എന്ന് പറയും. ഫൈസൽ വാക്സിൻ ആണ് ഫൈസർ ഫൈസർ. അപ്പോൾ ഫൈസർ വാക്സിൻ ആണ് WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ ആദ്യ വാക്സിൻ ആണ് ഫൈസർ. പുതിയ തരം കൊറോണ വൈറസിനെ ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസ് ഡിസീസസ് 2019. COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് SARS-CoV-2 എന്ന് പറയുന്നത്. SARS-CoV-2 SARS-CoV-2 ആണ് എന്തെന്ന് പറയുന്ന COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് SARS-CoV-2. കൊറോണ ഏതു തരം രോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാൻഡമിക് രോഗമാണ്. ഓക്കെ, അപ്പോൾ കൊറോണ എന്ന് പറയുന്നത് എന്താണ്? പാൻഡമിക് രോഗമാണ്. അതായത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന രോഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാൻഡമിക് രോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി COVID-19 ഏത് കുടുംബത്തിൽപ്പെട്ട വൈറസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ വിരിഡെ. ഓക്കെ, കൊറോണ വിരിഡെ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട വൈറസ് ആണ് COVID-19. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലിവൻ ലിയിങ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ലീ വെൻ ലിയാങ്, അങ്ങനെയാണോ ശരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്? ഡോക്ടർ ലീ വെൻ ലിയാങ്. ഓക്കെ, ഡോക്ടർ ലീ വെൻ ലിയാങ് ആണ് COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലീ വെൻ ലിയാങ്. ഡോക്ടർ ലീ വെൻ ലിയാങ്ങിനെ കൊറോണ വൈറസിന് നൽകിയ പേരാണ് നോവൽ കൊറോണ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നോവൽ കൊറോണ അല്ലെങ്കിൽ നോവൽ കൊറോണ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നോവൽ കൊറോണ എന്നറിയപ്പെടുന്നത് ഡോക്ടർ ആരാണ്? ലീ വെൻ ലിയാങ്. ഓക്കെ, അപ്പോൾ ലീ വെൻ ലിയാങ് ആണ് ഡോക്ടർ ലീ വെൻ ലിയാങ് ആണ് കൊറോണ വൈറസിന് ആ പേര് നൽകിയത് നോവൽ കൊറോണ എന്നുള്ളത്. ഇനി 2019 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണം ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം വുഹാൻ, ചൈന. 2019 ഡിസംബർ 31. പലരുടെയും LD എന്ന് പറയുന്ന സ്വപ്നത്തെ തന്നെ ഇല്ലാതാക്കിയ സാധനമാണ് ഈ പറയുന്ന COVID-19. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും മറന്നേണ്ടാവില്ല, ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് വുഹാൻ, ചൈന 2019 ഡിസംബർ 31. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തായ്ലൻഡിലാണ്. അപ്പോൾ ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തായ്ലൻഡിലാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ. രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ലയാണ് ആലപ്പുഴ. മൂന്നാമതായി ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആദ്യം വന്നത് തൃശ്ശൂരാണ്. രണ്ടാമത് വന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിലാണ്. മൂന്നാമത് വന്നതാണ് ഇവിടെ കാസർഗോഡ്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ COVID-19 മരണം സംഭവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ COVID-19 മരണം സംഭവിച്ചത് കർണാടകയിലാണ്.
ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബഹ്റിനിലാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് അത്? അതായത് ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം എവിടെയാണെന്ന് ചോദിച്ചാൽ ബഹ്റിനിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ COVID-19 മരണം സംഭവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? കർണാടകയിലാണ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഓക്കെ, അപ്പോൾ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഏഷ്യക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. ഏഷ്യക്ക് പുറത്ത് ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ഫ്രാൻസ് ആണ്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30-നാണ്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. അപ്പോൾ 2020 മാർച്ച് 11-നാണ് എന്ത്? ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത്. COVID-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചത് 2020 മാർച്ച് 22-ലാണ്. ഓക്കെ, അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചത് 2020 മാർച്ച് 22. ഇനി ഇന്ത്യയിൽ 21 ദിവസത്തേക്ക് ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചത് 2020 മാർച്ച് 25-നാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ 21 ദിവസത്തേക്ക് ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചത് 2020 മാർച്ച് 25. കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കൊറോണ വൈറസ് ബാധയെ എന്താണ്? സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. COVID-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായി പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പൊ COVID-19 വ്യാപനം തടയുന്നതിനായിട്ട് ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, ഒരു മാർക്ക് ചിലപ്പോൾ കിട്ടും. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ഹരിയാന എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാണ്. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. അപ്പോൾ കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായിട്ട് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യ ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. അപ്പൊ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലാണ് മൃഗങ്ങൾക്കായിട്ട് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയത്. COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗമായ നാദിയ എന്ന കടുവ ഏത് മൃഗശാലയിലെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രോങ്ക് മൃഗശാലയാണ്. ബ്രോങ്ക് മൃഗശാല, ന്യൂയോർക്ക്. 2021 ജനുവരി COVID-19 പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ 2021 ജനുവരിയിൽ COVID-19 പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യമാണ് ജപ്പാൻ. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ, മനീഷ് കുമാർ. അപ്പോൾ COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ മനീഷ് കുമാർ. സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് വാക്സിൻ മൈത്രി. ഓക്കെ, അപ്പോൾ വാക്സിൻ മൈത്രി എന്താ? സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് വാക്സിൻ മൈത്രി. കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതേപോലെ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ഇത് രണ്ടുമാണ് കൊറോണ നിർണയ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊറോണ നിർണയ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? ഒന്ന് PCR, അതായത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അടുത്തത് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു രോഗങ്ങളാണ് മെർസും അതേപോലെ തന്നെ സാർസും. ഓക്കെ, അപ്പോൾ കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു രോഗങ്ങളാണ് മെർസും സാർസും.
മെർസും സാർസും. അപ്പോൾ ഓർത്തു വെച്ചോട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മെർസും അതേപോലെ തന്നെ സാർസുമാണ് എന്തെന്ന് പറയുന്നത് കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്ത മറ്റു രോഗങ്ങൾ മെർസും സാർസും. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ സംഭവമാണ് കേട്ടോ. അപ്പൊ എന്താണ് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ് എന്ന് ചോദിച്ചാൽ 6ാമത്തെ. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ദിശ 1056. ഏറ്റവും കൂടുതൽ നമ്മൾ ആ സമയത്തൊക്കെ നോക്കി വിളിച്ച സംഭവമാണ്. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ദിശ 1056. COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1075. അപ്പോൾ 1075 കേന്ദ്ര സർക്കാരും 1056 ഏതാണ് കേരള സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. കേന്ദ്ര സർക്കാരിന്റെ 1075. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ജനങ്ങൾ ഡൗൺലോഡ് ചെയ്ത റെക്കോർഡ് ഇട്ട ആപ്പാണ് ആരോഗ്യ സേതു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരോഗ്യ സേതു എന്ന് പറയുന്നത് അതായത് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ജനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് ഇട്ട ആപ്പാണ് ഏത് ആരോഗ്യ സേതു ആപ്പ്. ഓക്സ്ഫോർഡ് സർവകലാശാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് വികസിപ്പിച്ച വാക്സിനാണ് കോവിഡ് ഷീൽഡ്. ചിലപ്പോൾ നമ്മൾ പലരും എടുത്തേക്കണതും അത് തന്നെയായിരിക്കും, കോവിഡ് ഷീൽഡ് അല്ലെങ്കിൽ കോവാക്സിൻ. ഇതിലേതെങ്കിലും രണ്ടെണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എടുക്കാറില്ല. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് വാക്സിനാണ് ഏതെന്ന് പറയുന്നത് കോവാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ തദ്ദേശീയ ഇന്ത്യയുടെ വാക്സിനാണ് കോവാക്സിൻ. ഇനി ഓക്സ്ഫോർഡ് സർവകലാശാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് വികസിപ്പിച്ചതാണ് കോവിഡ് ഷീൽഡ്. ഇനി നമുക്കറിയാം എപ്പിഡമിക് ഡിസീസ് ആക്ട്. എപ്പിഡമിക് ഡിസീസ് ആക്ട് ഓർഡിനൻസ് നിലവിൽ വന്നത് എന്നാണ് 2020 എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് വന്നത് 2020. ഇന്ത്യയിൽ എപ്പിഡമിക് ആക്ട് പാസ്സായത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1897 എപ്പിഡമിക് ആക്ട്. ഇന്ത്യയിൽ എപ്പിഡമിക് ആക്ട് പാസ്സായത് 1897. എപ്പിഡമിക് ഡിസീസസ് അമെൻമെന്റ് ആക്ട് വന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2020 ഏപ്രിൽ 22. അപ്പോൾ എന്നാണ് എപ്പിഡമിക് ഡിസീസസ് അമെൻമെന്റ് ആക്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ഏപ്രിൽ 22. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊറോണയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് ലാറ്റിൻ ഭാഷയിലെ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം കിരീടം പ്രഭാവലയം എന്നാണ്. എന്താണ് WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ വാക്സിനാണ് ഏത് ഫൈസർ വാക്സിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ഈ നമ്മുടെ COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം സാർസ് കോവ്-2 ആണ്. പാൻഡമിക് രോഗമാണിത്. കൊറോണ വിരിഡെ എന്താണ് കുടുംബത്തിൽ പെട്ടതാണ് COVID-19. ആരെ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ലീ വെൻലിയാങ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ആദ്യം റിപ്പോർട്ട് ചെയ്ത പട്ടണമാണ് വുഹാൻ, ചൈന 19. ഇനി എവിടെയാണ് നമ്മുടെ ചൈനയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്ത് തായ്ലൻഡ് ആണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ തൃശ്ശൂരാണ്. 2ാമത് ആലപ്പുഴ, 3ാമത് കാസർഗോഡ്. ഇനി COVID-19 മരണം സംഭവിച്ച ആദ്യത്തെ കർണാടക. ഇനി ആദ്യം മരണം റിപ്പോർട്ട് ചെയ്ത് ഗൾഫ് നാടുകളിൽ ചോദിച്ചാൽ അത് ബഹ്റിനാണ്. ഇനി കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം സംഭവിച്ചത് ഫിലിപ്പൈൻസ്. എന്താണ് കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30. ഇനി എന്നാണ് ലോകാരോഗ്യ സംഘടന കൊറോണ മഹാമാരിയായി പ്രഖ്യാപിച്ച് 2020 മാർച്ച് 11. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞു പോയതാണ്. ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ക്ലാസിന്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്തിലേക്ക് പോവാം. AK ഗോപാലൻ. അപ്പോൾ റെനൈസൻസ് ലീഡറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് AK ഗോപാലൻ. ജനനം 1904 ഒക്ടോബർ 1. ഓക്കെ, അപ്പോൾ ജനനം 1904 ഒക്ടോബർ 1 AK ഗോപാലന്റെ ജനനം എന്ന് പറയുന്നത്. ജന്മസ്ഥലം ചോദിച്ചിട്ടുണ്ട് പെരളശ്ശേരി, കണ്ണൂര്. പെരളശ്ശേരി കണ്ണൂരാണ് അദ്ദേഹം ജനിച്ചത്. യഥാർത്ഥ നാമം കുറ്റ്യാരി ഗോപാലൻ. കുറ്റ്യാരി ഗോപാലൻ എന്നാണ് ആരുടെ യഥാർത്ഥ നാമം? AK ഗോപാലന്റെ യഥാർത്ഥ നാമമാണ് കുറ്റ്യാരി ഗോപാലൻ. കുറ്റ്യാരി ഗോപാലൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. പിതാവ് രൈരു നമ്പ്യാരും മാതാവ് മാധവിയമ്മ. പത്നി സുശീല ഗോപാലൻ. അന്തരിച്ച വർഷം നമ്മൾ നോക്കിയ 1977 മാർച്ച് 22. ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? താഴെ പറയുന്നവയിൽ ആരാണ് പാവങ്ങളുടെ പടത്തലവൻ? AKG ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുകയും ഖാദി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വർഷമാണ്
1927 എന്ന് പറയുന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് AK ഗോപാലൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. AKG കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ വർഷം എന്നാ ചോദിച്ചാൽ 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം അംഗമാകുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി. നമുക്കറിയാം, ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ചിത്രം ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? ഈ പറയുന്ന AK ഗോപാലന്റെയാണ്. ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം 1958 മാർച്ച് 8 ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ച വർഷം 1958 മാർച്ച് 8. AKGയെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് 1951. നമ്മൾ ഏറ്റവും കൂടുതൽ PSCയിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചു. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ചോദ്യമാണ് എന്ത് ഈ പറയുന്ന പട്ടിണി ജാഥ എന്ന് പറയുന്നത്. ആരാണ് നയിച്ചത് പട്ടിണി ജാഥ? അത് നമ്മുടെ AKG ആണ് പട്ടിണി ജാഥ നയിച്ചത്. പട്ടിണി ജാഥയിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 32 പേരാണ് പട്ടിണി ജാഥയിൽ പങ്കെടുത്തത്. എന്നായിരുന്നു? 1936. എവിടെ നിന്ന് എവിടെ വരെ? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കാണ് AKG എന്ത് നടത്തിയത്? പട്ടിണി ജാഥ നയിച്ചത്. മലബാറിലെ അതിജീവനത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇദ്ദേഹം പട്ടിണി ജാഥ നയിച്ചത്. 1960 AKG കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മറ്റൊരു ജാഥ നയിച്ചു. അതിന്റെ പേരാണ് കാൽനട ജാഥ. അപ്പൊ കാൽനട ജാഥ നയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? AK ഗോപാലനാണ്. ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. PSC ഇത് LDC LGS തസ്തികകളിൽ എത്ര തവണ ചോദിച്ചെന്ന് പോലും അറിയത്തില്ല. അത്രയും തവണ ചോദിച്ച ചോദ്യമാണ് ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. AKG അന്തരിച്ച വർഷമാണ് 1977 മാർച്ച് 22. AKG ദിനമായി ആചരിക്കുന്നത് എന്നാ ചോദിച്ചാൽ മാർച്ച് 22. AKGയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം കണ്ണൂരാണ്. അപ്പൊ AKGയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം കണ്ണൂര്. AKG പ്രതിമ എവിടെയാന്ന് ചോദിച്ചാൽ അത് എവിടെയാ? കണ്ണൂരാണ് AKG പ്രതിമ. അപ്പോൾ ശവകുടീരം എവിടെയാന്ന് ചോദിച്ചാൽ പയ്യാമ്പലം കണ്ണൂര്. AKG പ്രതിമ കണ്ണൂരാണ്. AKGയുടെ ആത്മകഥ മോസ്റ്റ്ലി റിപ്പീറ്റഡ് എൻ്റെ ജീവിതകഥ. അപ്പോൾ എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാ? നമ്മുടെ സ്വന്തം AKGയുടെ ആത്മകഥയാണ്. എന്ത്? എൻ്റെ ജീവിതകഥ. ഇന്ത്യൻ തപാൽ വകുപ്പ് AK ഗോപാലന്റെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1990 ഒക്ടോബർ 1 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആര് വന്നത്? AK ഗോപാലൻ വന്നത്. AKGയുടെ ജീവിതം പ്രമേയമാക്കി അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ഒരൊക്കെ ചോദിക്കാറുണ്ട്. ഷാജി N കരുണാണ്. അപ്പോൾ AKGയുടെ ജീവിതം പ്രമേയമാക്കി അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ഷാജി N കരുണാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. പ്രധാന കൃതികളാണ് എൻ്റെ ജീവിതകഥ, ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, ഹരിജനം, എൻ്റെ ഡയറി. ഇത്രയാണ് AKGനെ കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കാനുള്ള. കണ്ടമാന കാര്യങ്ങളുണ്ടാവും, പക്ഷെ ഇതൊന്നും നമുക്ക് എന്തിനു വേണ്ടിയിട്ടല്ല, മൊത്തമായിട്ടൊന്നും പഠിക്കണ്ട. വേണ്ടത് മാത്രം എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. അപ്പൊ പെരളശ്ശേരി ആയിരുന്നു ജന്മസ്ഥലം. കുറ്റ്യാരി ഗോപാലൻ യഥാർത്ഥ നാമം. അതേപോലെ പാവങ്ങളുടെ പടത്തലവൻ. 1927 എന്ത് ചെയ്തു? സാമൂഹിക പരിഷ്കർത്താവ്. AKG ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. ഖാദി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് 1927 അതേപോലെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായ പങ്കുവഹിച്ച വ്യക്തി. ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ചത് 58 മാർച്ച് 8. അതേപോലെ എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ 32 പേര് 1936 നടത്തിയത്. കാൽനട ജാഥ 1960. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. അന്തരിച്ചത് 77 മാർച്ച് 22. AKG ദിനം മാർച്ച് 22. എവിടെയാണ് ശവകുടീരം? പയ്യാമ്പലം കണ്ണൂര്. പ്രതിമ കണ്ണൂര്. ആത്മകഥ എൻ്റെ ജീവിതകഥ എന്നതാണ് ആത്മകഥ. തപാൽ വകുപ്പ് പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പ് 90. ഷാജി N കരുണാണ് അദ്ദേഹത്തിന്റെ അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ഷാജി N കരുൺ. പ്രധാന കൃതികളാണ് എൻ്റെ ജീവിതകഥ, ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, ഹരിജനം, എൻ്റെ ഡയറി.
അപരനാമങ്ങൾ നമുക്ക് നോക്കാം. മലയാളം നോൺ ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചേക്കണ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഇതിൽ നിന്നും ദൈവത്തെ വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് കളയരുത്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള മോപ്പസാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. കേരള മോപ്പസാങ്, തകഴി ശിവശങ്കരപിള്ള. അപ്പോൾ കേരള മോപ്പസാങ് ഒത്തിരി തവണ ചോദിച്ചതാണ് തകഴി ശിവശങ്കരപിള്ള. കേരള ഇബ്സൺ എൻ കൃഷ്ണപിള്ള, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഇബ്സൺ എൻ കൃഷ്ണപിള്ള. കേരള പാണിനി ചോദിച്ചേക്കണ ചോദ്യമാണ്. AR രാജരാജവർമ്മയാണ് കേരള പാണിനി, AR രാജരാജവർമ്മ. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ, കേരള വാൽമീകിയും ചോദിച്ചിട്ടുണ്ട്. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള തുളസീദാസൻ, അത് ചോദിച്ചേക്കണെയാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസൻ. കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ. അപ്പോൾ കാളിക്ക് കോഴീനെയാണ് ഇഷ്ടമെന്ന് ഓർത്താൽ മതി. അപ്പൊ എന്താണ്? കേരളവർമ്മ വലിയ കോഴി, അത് കോഴി എന്ന് തന്നെ ഓർത്താൽ മതി, കോഴിയല്ല. എന്താണ്? കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ, കോഴിക്ക് എന്താണ്? കാളി, കാളിക്ക് കോഴീനെയാണ് ഇഷ്ടമെന്ന് ഓർത്താൽ മതി. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള ചോസർ ചോദിച്ചേണ്ട ചീരാമ കവി. കേരള ഹോമർ അയ്യപ്പിള്ള ആശാനാണ്. കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ, അയ്യപ്പിള്ള ആശാൻ കേരള ഹോമർ. കേരള സ്കോട്ട് ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ്. CV രാമൻപിള്ളയാണ് കേരള സ്കോട്ട്. കേരള ഹെമ്മിങ് വേ ആരാന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായരാണ് കേരള ഹെമ്മിങ് വേ, MT വാസുദേവൻ നായർ. കേരള എലിയറ്റ് ആരാന്ന് ചോദിച്ചാൽ NN കക്കാടാണ് കേരള എലിയറ്റ്, NN കക്കാട്. അപ്പോൾ ഓടിച്ചു പറയാം. കേരള മോപ്പസോങ് തകഴി ശിവശങ്കരപിള്ള. കേരള ഇബ്സൺ എൻ കൃഷ്ണപിള്ള. കേരള പാണിനി AR രാജരാജവർമ്മ. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള ചോസർ ചീരാമകവി. കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ. കേരള സ്കോട്ട് CV രാമൻപിള്ള. കേരള ഹെമിംഗ് വേ MT വാസുദേവൻ നായർ. കേരള എലിയറ്റ് NN കക്കാട്. തൂലികാ നാമങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രേംജി എന്നറിയപ്പെടുന്നത് MP ഭട്ടതിരിപ്പാടാണ്. പ്രേംജി MP ഭട്ടതിരിപ്പാട്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അഭയദേവ് അയ്യപ്പൻ പിള്ളയാണ് അഭയദേവ. അപ്പോൾ പ്രേംജി ചോദിച്ചിട്ടുണ്ട് MP ഭട്ടതിരിപ്പാട്, PSC ചോദിച്ചേക്കണെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി നമുക്കറിയാം. അഭയദേവ് അയ്യപ്പൻ പിള്ള അത് നമുക്കറിയാം. ആനന്ദ് P സച്ചിദാനന്ദൻ ചോദിച്ചിട്ടുണ്ട്. ആശാമേനോൻ ഒത്തിരി തവണ ചോദിച്ചാണ്. K ശ്രീകുമാറാണ് എന്ത്? ആശാമേനോൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇന്ദുചൂടൻ ചോദിച്ചേക്കുന്നതാണ്. ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ്. ഏകലവ്യൻ KM മാത്യൂസ്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ഓംചേരി N നാരായണപിള്ള. കപിലൻ K പത്മനാഭൻ നായർ. കാനം EJ ഫിലിപ്പ്. കാക്കനാടൻ ചോദിച്ചേക്കണെയാണ് ജോർജ് വർഗീസ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ഓംചേരി N നാരായണപിള്ള. കപിലൻ K പത്മനാഭൻ നായർ. കാനം EJ ഫിലിപ്പ്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് അനിമൽ സൗണ്ട് ആണ്. ഫ്ലൈ ബസ്. ഓക്കെ, ഫ്ലൈ എന്ന് പറയുന്നത് ബസ്സാണ്. ഫോക്സ് ഹോഴ്സ് ആണ്. ഫ്രോഗിന്റെ സൗണ്ട് ക്രോക്ക് ക്രോക്ക് എന്നാണ്. ഹിപ്പോ നമ്മൾ കരയുന്നത് എങ്ങനെയാ? ബ്രേസ് എന്നാണ്. ലയന്റെ ആണെങ്കിൽ റോർ എന്നാണ് ലയൺ. ഹോഴ്സ് ആണെങ്കിൽ നെയ് ഓർ വിന്നിയാണ് ഹോഴ്സിന്റെ സൗണ്ട് കരയുമ്പോൾ. ഹെൻ ചിക്സ് ചിക്സ് എന്നാണ് ഹെൻ. റാബിറ്റ് ആണെങ്കിൽ സ്ക്വൽസ് സ്ക്വാൽസ് സ്ക്വാൽസ് എന്നാണ് എന്ത് ചെയ്യുന്നത്? റാബിറ്റ് കരയുന്നത്. പീകോക്ക് സ്ക്രീംസ് ആണ്, പീകോക്ക് സ്ക്രീംസ്. ഷീപ്പ് ആണെങ്കിൽ ബ്ലീഡ്സ് ആണ്. അപ്പോൾ ഇത് എപ്പോഴും ഒരെണ്ണമൊക്കെ നമുക്ക് ഇടയ്ക്ക് ചോദിക്കും. ആ ഒരു മാർക്ക് നമുക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. ഫ്ലൈ ബസ്, അതേപോലെ ഫോക്സ് ഹോൾസ്, ഹോൾസ് ഫ്രോഗ് ക്രോക്സ്, ഹിപ്പോ ബ്രേസ്, ലയൺ റോർസ്, ഹോഴ്സ് നെയ് ഓർ വിനി, ഹെൻ ചിക്സ്, റാബിറ്റ് സ്ക്വൽസ്, പീകോക്ക് സ്ക്രീംസ്, ഷീപ്പ് ബീറ്റ്സ്. കളക്റ്റീവ് നൗൺസ് എപ്പോഴും ഒരു മാർക്കിന്റെ ഒരു ചോദ്യം കളക്റ്റീവ് നൗൺസ് ആണ്. എ പാർലമെന്റ് ഓഫ് ഓൾസ്, പാർലമെന്റ് ഓഫ് ഓൾസ് അതായത് മൂങ്ങയുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർലമെന്റ് ഓഫ് ഓൾസ് എന്ന് പറയുന്നത്, ഔൾസ്. ഓക്കെ, അപ്പോൾ പാർലമെന്റ് ഓഫ് ഔൾസ് എന്ന് പറയുന്നത് മൂങ്ങയുടെ കൂട്ടത്തെ. എ ബ്രേസ് ഓഫ് പീജൻ, അപ്പോൾ പ്രാവിൻ കൂട്ടത്തെ ബ്രേസ് ഓഫ് പീജൻ എന്നാണ് പറയുന്നത്. എ ഹോസ്റ്റ് ഓഫ് സ്പാരോസ്, അതായത് കുരുവി കൂട്ടം, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോസ്റ്റ് ഓഫ് സ്പാരോസ്. വെഡ്ജ് ഓഫ് സ്വാൻസ്, അതായത് അരയന്നത്തിന്റെ കൂട്ടത്തെ നമ്മൾ വെഡ്ജ് എന്നാ പറയത്തുള്ളൂ. എ കോളനി ഓഫ് ബാറ്റ്സ്, അതായത് നമ്മുടെ എന്താണ് ബാറ്റ്സ് എന്ന് പറയുന്നത്?
വവ്വാലിന്റെ കൂട്ടത്തെയാണ് നമ്മൾ കോളനി ഓഫ് ബാറ്റ്സ്, അതങ്ങനെയല്ല ഇങ്ങനെ തൂങ്ങിക്കിടക്കണത്, അതുകൊണ്ടായിരിക്കാം. ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, അപ്പൊ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ് അതായത് ഒട്ടകത്തെ കൂട്ടത്തെ ഫ്ലോക്ക് എന്നാ പറയണേ. അടുത്തത് ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ് എന്നാണ് പറയുന്നത്. ലിറ്റർ ഓഫ് കബ്സ്, പാക്ക് ഓഫ് ഡോഗ്സ്, സ്കൾക്ക് ഓഫ് ഫോക്സസ് അതായത് കുറുക്കന്റെ. ഇനി എ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ്, എ പ്രൈഡ് ഓഫ് ലയൺസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 15ഓളം കളക്റ്റീവ് നൗൺസ്, 10ഓളം അനിമൽ സൗണ്ട്സ്, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ഫ്രോഗിന്റെ ക്രോക്സ് അത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഹെന്നിന്റെ ചിക്സ് ചോദിച്ചിട്ടുണ്ട്. റാബിറ്റിന്റെ സ്ക്വൽസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഹോഴ്സിന്റെ നെയ് ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹോഴ്സ്, നെയ് ഓർ വിന്നി ഇത് ചോദിച്ചിട്ടുണ്ട്. കളക്റ്റീവ് നൗൺസ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ് ലിറ്റർ ഓഫ് കബ്സ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൈഡ് ഓഫ് ലയൺസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഹോസ്റ്റ് ഓഫ് സ്പാരോസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഏതാണ് ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്. ഇത്രയും എന്ത് ചെയ്തേക്കണതാണ്, നിലവിൽ ചോദിച്ചേക്കണതാണ്. അപ്പൊ ഈ എന്താണ് നമ്മൾ യെല്ലോ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കണതെല്ലാം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ വ്യക്തമായിട്ട്. കാരണം നമ്മൾ കുറേ കണ്ടന്റുകൾ ഇരുന്ന് പഠിച്ച് അല്ലെങ്കിൽ ഞാനിത് ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളൊന്നും ഇത് കാണാനോ അല്ലെങ്കിൽ അത് റിവിഷൻ ചെയ്യാനോ ഒന്നും ആർക്കും സമയമില്ല. അപ്പോൾ ഒറ്റ തവണ തന്നെ അതങ്ങ് പഠിച്ചു പോയി ഇതിന് ശേഷം നേരെ നോട്ട് വായിച്ച് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ബോർഡ് 9 മണിക്ക് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ അടുത്ത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അതേപോലെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ ഇടാറുണ്ട്. അവര് ശരിക്കും ഇപ്പോൾ ട്രാക്കിലേക്ക് വന്നു സാറേ, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇപ്പോൾ വ്യക്തമായിട്ടൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടി. ഇങ്ങനെ പഠിച്ച് ഞങ്ങൾ ആദ്യം മുതൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും LDC ആദ്യത്തെ 50 റാങ്കിലെങ്കിലും വന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു പറഞ്ഞു. അതേപോലെ തന്നെ അവരെന്ത് ചെയ്തു, നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുള്ളത്. കാരണം നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നമുക്ക് റിവിഷൻ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം പഠിക്കേണ്ടത്. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കണം നമുക്ക് വരേണ്ടത്. ഇപ്പോൾ നമ്മളൊരു 2 ദിവസം കഴിഞ്ഞ് ബ്രേക്ക് വന്നു, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തു, 4 ദിവസം കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കണ്ടിന്യൂഷൻ പഠിക്കുന്ന ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഒട്ടും എനിക്ക് കഴിഞ്ഞ ദിവസം വയ്യെങ്കിൽ പോലും ഞാൻ ആ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടത്. കാരണം നമ്മുടെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ട്രാക്കിലേക്ക് വന്ന ഉദ്യോഗാർത്ഥികളാണ്. കാരണം ടെലഗ്രാമിൽ പോൾ സെക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ അത്രത്തോളം ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നല്ല ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും നമ്മുടെ അടുത്ത് പറഞ്ഞു, സാറേ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു, അത് ട്രാക്കിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഈ വാക്കുകളാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഹോട്ടലിൽ പോയോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ കാര്യം നല്ലതാണ്, അല്ലെങ്കിൽ അത് എന്താണ് ഇന്നുണ്ടാക്കിയത് വളരെ ഗംഭീരമായിട്ടുള്ള ഫുഡാണ്, അല്ലെങ്കിൽ അത് വളരെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഇന്ന പോരായ്മകൾ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്കത് പിന്നീട് നന്നാക്കാനും അതിനേക്കാൾ നല്ല രീതിയിലേക്ക് ചെയ്യാനായിട്ടും പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയുമ്പോൾ അത് ഒത്തിരി സന്തോഷമാണ്. ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാലും ഒത്തിരി സന്തോഷമാണ്. കാരണം പിന്നീടുള്ള ക്ലാസ്സുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റി കുറച്ചുകൂടി നല്ല ലെവലിലേക്ക് നമുക്ക് ആക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. ചിലപ്പോൾ ഞാൻ 2-3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ഒക്കെ ചെയ്ത് പറയുന്നുണ്ട്. അത് ചില പുതിയ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അത് എന്താണ് കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചു പോകാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി എന്താണ് ഏകദേശം ഒരു 6 മാസം 1 ഇയർ ഒക്കെ ആയ ആളുകൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതൊരു ലാഗായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു 1x-ലോ 1.5-ലോ 2x-ലോ ഒക്കെ ഇട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും പഠിക്കുക, എല്ലാവർക്കും നല്ല
ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കണം, നല്ല റേഞ്ചിലേക്ക് വരാനായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും താഴെ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ എന്താണ് ഏതൊരു ക്ലാസ് കണ്ടു കഴിയുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അതെന്ത് ചെയ്യണം, താഴെ നിങ്ങൾ അത് എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. കാരണം അപ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് പിന്നീട് നമുക്ക് ക്ലാസ് ഇടാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ അടുത്ത് നിങ്ങളുടെ ആകെയുള്ള പ്രതികരണം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നത് കമന്റിലൂടെയാണ്. അപ്പൊ അതുകൂടിയും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നതിൽ തന്നെ എന്താണ് കാരണം നമ്മളിങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ടെലഗ്രാം ചാനലിൽ വൺ ക്ലിക്ക് PSCയിൽ അംഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തേക്കുക, ലൈക്ക് അടിച്ചേക്കുക, കമന്റ് അടിച്ചേക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തുള്ള എക്സാമുകളിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് നാളെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുമെങ്കിൽ നാളെ ഞാൻ ഉച്ചയ്ക്ക് അതായത് നമ്മുടെ 3 മണിക്കത്തെ സെക്ഷനിൽ ഏകദേശം 2021-22 22-23 ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ, കാരണം ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ഒരു ക്ലാസ് ഇട്ടു എന്നുള്ള പരാതി ഒന്നും കേൾക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നാളെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ലെങ്തി വീഡിയോ ഉള്ള ഒരു ക്ലാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. ഓക്കെ.